ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ്സിൽ, സമ്പത്തിൽ, സമയത്തിൽ, എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആയുസ്സെത്ര കിട്ടി, സമ്പത്തെത്ര ഉണ്ടാക്കി എന്നതല്ല പ്രാധാന്യപൂർവം നമ്മൾ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമുക്ക് എത്ര ലഭ്യമായി എന്നതാണ്. ബറക്കത്തില്ലാത്ത സമ്പാദ്യവും ആയുസ് കൊണ്ടും ഒരു വിശ്വാസിക്കൊരു പ്രയോജനവുമില്ല. അതെത്ര വലുതാണെങ്കിലും ശരി. അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ പടച്ചവൻ്റെ ബറക്കത്തുള്ള ജീവിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ ആദ്യമായിട്ടുണ്ടാവേണ്ടത് ആമനു വത്തഖൂ, ഈമാനും തഖ്വയുമാണ്. വിശ്വാസവും ഭക്തിയും സൂക്ഷ്മതയും ഒരാളിൽ ഉണ്ടായാൽ, ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ, ഒരു രാജ്യത്തുണ്ടായാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്നുള്ള ബറക്കത്തുകൾ അവർക്ക് ലഭിക്കും എന്നതാണ്. എന്നാൽ ദുന്യാവിലും പരലോകത്തും അവർക്ക് ബറക്കത്തുകൾ ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വഹാദ കിതാബുൻ മുബാറക്കുൻ, ഖുർആനിനെ മുറുകെ പിടിക്കലാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യും. കാരണം ഖുർആൻ്റെ പ്രത്യേകത തന്നെ എന്താണ്? കിതാബുൻ മുബാറക്കുൻ എന്നാണ്, ബറക്കത്തുള്ള ഗ്രന്ഥം എന്നാണ്. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്കുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. രണ്ട് കാര്യമാണ് നിങ്ങളിൽ നാം ഉപേക്ഷിച്ചു പോകുന്നത്. അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അത് നിങ്ങൾ കൂടെ കൊണ്ടു നടക്കണ കാലത്തോളം ലൻ തളില്ലു, നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതിലൊന്നാമത്തത് കിതാബല്ലാഹ്. ഏത് കിതാബ്? കിതാബുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. അപ്പൊ തമസ്സക് ബിൽ ഖുർആൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ വായിക്കുക. ഇത് ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് സമ്മാനിക്കും.